പ്രിയമുള്ളവരെ, വചനജ്വാല 1046 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 12 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ എസ്തേറിന്റെ പുസ്തകം 16-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. കാപട്യവും കൗടല്യവും കൊണ്ട് അവൻ നമ്മുടെ രക്ഷകനും സ്ഥിരം ഉപകാരിയുമായ മൊർദെഖായിയെയും നമ്മുടെ നിഷ്കളങ്കരായ സഹധർമ്മിണി എസ്തേറിനെയും അവരോടൊപ്പം അവരുടെ ജനത്തെയും നശിപ്പിക്കാൻ അനുവാദം ചോദിച്ചു. അങ്ങനെ നാം അരക്ഷിതരാകുമെന്നും തൽഫലമായി രാജ്യം പേർഷ്യക്കാരിൽ നിന്ന് മക്കദോനിയക്കാരിലേക്ക് കൈമാറുമെന്നും അവൻ കരുതി. പക്ഷേ അഭിഷിക്തനായ ഇവനാൽ പൂർണ്ണനാശത്തിന് വിധിക്കപ്പെട്ട യഹൂദർ ദുഷ്ടത പ്രവർത്തിക്കുന്നവരല്ലെന്നും ഏറ്റവും നീതിയുക്തമായ നിയമങ്ങളാൽ നയിക്കപ്പെടുന്നവരാണെന്നും ഏറ്റവും ശക്തനായ ജീവിക്കുന്ന ദൈവമായ അത്യുന്നതന്റെ മക്കളാണെന്നും ഞാൻ കാണുന്നു. നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും വേണ്ടി രാജ്യത്തെ ഏറ്റവും ഉത്തമയായ നീതിയിൽ നയിച്ചത് ആ ദൈവമാണ്. ആകയാൽ ഹമ്മോദായുടെ മകൻ ഹാമാൻ അയച്ച കത്തുകൾ നടപ്പിലാക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം ചെയ്ത അവനെ തന്റെ സകല ബന്ധുജനങ്ങളോടും കൂടെ സൂസായുടെ കവാടത്തിൽ കഴിവിലേറ്റിയിരിക്കുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം അവൻ അർഹിച്ച ശിക്ഷ അവന്റെ മേൽ വേഗം വരുത്തിയിരിക്കുന്നു. ഈ കത്തിന്റെ ഒരു പകർപ്പ് എല്ലാവർക്കും കാണാൻ കഴിയും വിധം എല്ലായിടത്തും പതിക്കണം. തങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ യഹൂദരെ അനുവദിക്കണം. 12-ാം മാസമായ ആധാർ മാസം 13-ാം ദിവസം യഹൂദരെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന അതേ ദിവസം അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നവരുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ട എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം. എന്തെന്നാൽ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം താൻ തിരഞ്ഞെടുത്ത ജനതയ്ക്ക് നാശത്തിന്റെ ഈ ദിനത്തെ ആനന്ദത്തിന്റെ ദിനമായി മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ അനുസ്മരണ ഉത്സവങ്ങളിൽ ഒന്നായി ഈ ദിനത്തെ നിങ്ങൾ അത്യാഹ്ലാദത്തോടെ ആഹ്ലാദിക്കുവിൻ. അങ്ങനെ ഇന്നും എന്നും നമുക്ക് വിശ്വസ്തരായ പേർഷ്യക്കാർക്കും ഇത് രക്ഷയുടെയും നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്ക് നാശത്തിന്റെയും ഓർമ്മ ആയിരിക്കട്ടെ. ഇങ്ങനെ പ്രവർത്തിക്കാത്ത എല്ലാ നഗരവും ഗ്രാമവും ഒന്നൊഴിയാതെ കുന്തം കൊണ്ട് തീ കൊണ്ടും ക്രോധത്തോടെ നശിപ്പിക്കപ്പെടും. അവ മനുഷ്യർക്ക് കടക്കാൻ കൊള്ളാത്തതും മൃഗങ്ങൾക്കും പക്ഷികൾക്ക് പോലും എല്ലാ കാലത്തേക്കും ഏറ്റവും വെറുക്കപ്പെട്ടതും ആയിത്തീരും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ ജോൺ ഗാൽബർട്ടിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഇറ്റലിയിൽ ജനനം, കുലീനരും ധനികരുമായ മാതാപിതാക്കൾ യൗവനത്തിൽ ക്രിസ്തീയ തത്വങ്ങൾ സമ്മിക്കായി അഭ്യസിച്ചു. എങ്കിലും ലോകമായകളിൽ മുഴുകി ഈ സമയം ഏക സഹോദരനെ ഒരു നാട്ടുകാരൻ വധിച്ചു. പ്രതികാരം ചെയ്യാൻ ജോൺ തീരുമാനിച്ചു. അക്കൊല്ലത്തെ ദുഃഖവെള്ളിയാഴ്ച ഒരു ഇടുങ്ങിയ വഴിയിൽ ഘാതകനെ കണ്ട ഉടനെ വാളൂരി വധിക്കാൻ ശ്രമിച്ചെങ്കിലും ഘാതകൻ ജോണിന്റെ കാൽക്കൽ വീണ് യേശുനാമത്തിൽ മാപ്പപേക്ഷിച്ചു. മനസ്സലിഞ്ഞ് നിന്റെ ജീവിതത്തോടൊപ്പം എന്റെ മൈത്രിയും തിരികെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞു. പിന്നീട് വിശുദ്ധ
ബെന്നറ്റിന്റെ ആശ്രമത്തിൽ പോയി കുരിശിന്റെ മുൻപിൽ മുട്ടുകുത്തി. തുടർന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു. പ്രാർത്ഥനയും ധ്യാനവും മാനസാന്തരം നിലനിർത്തി. തുടർന്ന് ആബർട്ടായി തിരഞ്ഞെടുക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. തുടർന്ന് ഏകാന്തവാസത്തിന് വേണ്ടി വലബ്രോസൻ സഭ സ്ഥാപിച്ചു. ആജീവനാന്ത മൗനവും കുലീനമായ ആവൃത്തിയും സഭയുടെ പ്രത്യേകത. 12 ആശ്രമം സ്ഥാപിച്ച് 3 കൊല്ലത്തെ ജീവിതത്തിന് ശേഷം 74-ാം വയസ്സിൽ തന്റെ സ്വർഗീയ സമ്മാനത്തിന് വിളിക്കപ്പെട്ടു. പ്രിയരെ, ഇന്ന് തന്നെ സഭയിൽ വിശുദ്ധ ദമ്പതികളായ ലൂയി മാർട്ടിനെയും സ്വേലി ഗൊരിനെയും അനുസ്മരിക്കുന്ന ദിനം കൂടിയാണ്. സൈനിക കുടുംബങ്ങളിൽ ജനിച്ച, വൈദിക സന്യാസ വിളികൾ സ്വീകരിക്കാൻ ആഗ്രഹിച്ച, എന്നാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് വിവാഹ ജീവിതം നയിച്ച് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയായ വിശുദ്ധ കൊച്ചുത്രേസ്യ ഉൾപ്പെടെ 9 മക്കൾക്ക് ജന്മം നൽകി വളർത്തി വിശുദ്ധരായി തീർന്ന ദമ്പതികളാണ് ലൂയി മാർട്ടിനും സ്വേലി ഗൊരിനും. രണ്ടുപേരും ദൈവിക വിളി സ്വീകരിച്ച് ജീവിതം ആരംഭിച്ചു. സന്യാസമല്ല ജീവിത വിളി എന്ന് തിരിച്ചറിഞ്ഞ് ദൈവഹിതം ജീവിച്ച് വൈവാഹിക ജീവിതം ജീവിച്ച് നയിച്ചവരാണ് ഇരുവരും. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കൃതികളിൽ തന്റെ മാതാപിതാക്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളമുണ്ട്. 46-ാം വയസ്സിൽ സ്വേലി ഗൊരിനും 71-ാം വയസ്സിൽ ലൂയി മാർട്ടിനും നിത്യ സമ്മാനത്തിന് യാത്രയായി. മാതാപിതാക്കളുടെ വിശുദ്ധിയാണ് കൊച്ചുത്രേസ്യയെ വിശുദ്ധിയിലേക്ക് വളർത്തിയത് എന്നാണ് രേഖകളിൽ കാണുന്നത്. വിശുദ്ധ ജോൺ ഗാൽബർട്ടിന്റെയും വിശുദ്ധ ദമ്പതികളായ ലൂയി മാർട്ടിന്റെയും സ്വേലി ഗൊരിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു.